വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ പ്രാവശ്യവും ട്രാവൽ വ്ളോഗ് തന്നെയാണ്. ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കൊടൈക്കനാൽ വരെ പോവാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല കൊടൈക്കനാൽ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ വ്ളോഗിൽ കാണിക്കാം. ചിലപ്പോൾ 2 days 2 nights സ്റ്റേ അങ്ങനെ ആയിരിക്കും. അവിടെ കാണാൻ പറ്റുന്നതൊക്കെ കാണണം, എല്ലാം കവർ ചെയ്യാൻ പറ്റില്ലായിരിക്കും 2 days കൊണ്ട്. അപ്പം ഒരു 2 days കൊണ്ട് എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റും അതെല്ലാം കവർ ചെയ്യാം. അപ്പോൾ അധികം താമസിക്കാണ്ട് വ്ളോഗിലേക്ക് പോവാം. ഞങ്ങളപ്പോൾ നല്ല വെളുപ്പിനെ തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ കൊടൈക്കനാൽ വരെ പോകണമെങ്കിൽ ഒരു 6 മണിക്കൂറും ഫ്യൂ മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് കൊടൈക്കനാൽ വരെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ല വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. നമ്മളിപ്പം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പം മുന്തിരിത്തോട്ടത്തിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജെനിസ് ഗ്രേപ്പ് ഫാമിലേക്ക് ഇറങ്ങി. കമ്പന്തേനി സ്ഥലത്താണ് ഈ മുന്തിരിത്തോട്ടം ഉള്ളത്. നമ്മളിവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെന്റ് ആണ് RR ഹോളിഡേയ്സ്. അപ്പോൾ ഇതാണിത്. അങ്ങനെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു, RR ഹോളിഡേയ്സ്. അത് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഒന്നിനും പുറത്തേക്ക് പോവാണ് കൊടൈക്കനാലിൽ. അപ്പോൾ ഇനി ഒരു സംഭവം കാണാനുണ്ട്. ആദ്യം ലഞ്ച് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പം എല്ലാം കാണിക്കുന്നതായിരിക്കും.
നമ്മളിപ്പോൾ എന്തിനാണ് വന്നത്? ജാക്കറ്റ്. ഇവർ രണ്ടുപേരും ജാക്കറ്റ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത്, നമ്മുടെ കണ്ണനോണി. അപ്പോൾ അവർക്ക് വേണ്ടി ജാക്കറ്റ് വാങ്ങിക്കാൻ എനിക്കും വേണമെന്ന് തോന്നുന്നു. ബിക്കോസ് എൻ്റെ ഉള്ള ഈ ടൈപ്പാണ്, മീൻസ് മെറ്റീരിയൽ. മറ്റു ടൈപ്പ് ഉണ്ട്, അത് അമ്മ ഇട്ടേക്കാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇനി അത് വാങ്ങണോ. അതാണ് ഈ വെള്ളം ഐസ് വാങ്ങണം. അല്ല, അത് വാങ്ങിയാൽ പിന്നെ വെള്ളം വീണാലും പ്രശ്നമില്ല അല്ലേ? വാട്ടർ പ്രൂഫ്. എടാ ഇങ്ങോട്ട് വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ ജാക്കറ്റ് വാങ്ങിയല്ലേ. എല്ലാവരും ജാക്കറ്റും ടീം തൊപ്പികളും വാങ്ങിയിട്ടുണ്ട്. എനിക്കും വാങ്ങണം തൊപ്പി. ഇവിടെ ഈ കടയിൽ ആക്ച്വലി കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം അതല്ല, അപ്പം അങ്ങനെ ഞങ്ങൾ തൊപ്പിയും വാങ്ങിച്ചിരിക്കുകയാണ്. ഇവിടെ ചാറ്റൽ മഴ ഉണ്ട്. അപ്പം അതാണെങ്കിൽ മൊബൈൽ പിടിക്കാൻ പറ്റില്ല, മൊബൈലൊക്കെ നനയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബീൻ ക്യാപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ കൊടൈക്കനാൽ പോകണം എന്നുള്ളത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല, വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ജാക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും പിള്ളേർക്കും എല്ലാവർക്കും കൂടെ ഇടാം. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഞാൻ അത്രേ ഉള്ളൂ. വേഗം പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ ആക്ച്വലി മഞ്ഞുമൽ ബോയ്സ് ഈയിടെയാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് കൊടൈക്കനാലിൽ പോകാനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ്. എന്നാൽ ബാക്കി കാണിക്കാം. ഞങ്ങൾ കോക്കേഴ്സ് വാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, കണ്ടിട്ട് പറയാം. അത് ടോപ്പ് 10 പ്ലേസസിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ കോടമഞ്ഞിട്ട് ഇങ്ങനെ ഫോഗൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് അവസ്ഥയാണ്. ചെറിയ ഡ്രിസ്ലിംഗ് ആയിട്ട് മഴയുണ്ട്, ചാറ്റൽ മഴയുണ്ട്, പിന്നെ ഇങ്ങനെ മഞ്ഞുണ്ട്. ഇവിടെ ഒരു അങ്കിളുണ്ട്, ചുമ്മാ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള അങ്കിൾ അത് കണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് എൻ്റെ മുഖത്തൂടെ കണ്ടത്. കൊടൈക്കനാലിലെ കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെയാണെന്ന് തോന്നുന്നു, മഞ്ഞും തണുപ്പൊക്കെയാണ്. അപ്പം നല്ല വൈബുണ്ട് അല്ലേടാ. അപ്പോൾ ഫസ്റ്റ് ഡേ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഷോപ്പിംഗ് ചെയ്തിരുന്നു. കൊടൈക്കനാലിൽ കണ്ട ബാക്കി സ്ഥലങ്ങൾ ഞാൻ തീർച്ചയായും നെക്സ്റ്റ് വ്ളോഗിൽ ഇടുന്നതായിരിക്കും. ബിക്കോസ് ഈ വ്ളോഗിലെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എന്തായാലും വീഡിയോ നല്ല ലോങ് ആവും. അപ്പോൾ പ്ലീസ് സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ നോട്ടിഫിക്കേഷൻസ്. ബൈ ബൈ.